പായസം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പായസമാണ് പരിപ്പ് പ്രഥമൻ. ഇന്ന് നമുക്ക് പരിപ്പ് പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്തിട്ടുണ്ട്. 1-ാം പാൽ നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് 3-ാം പാലിൽ നമ്മൾ പരിപ്പിട്ട് വേവിക്കും. ഇവിടെ ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് പശു നെയ്യാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മളൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എടുത്തതിൻ്റെ 1/4 ഭാഗത്തോളം നമ്മൾ വറുത്തെടുക്കണം. ബാക്കി 1/4 ഭാഗം നമ്മൾ വറക്കാതെ തന്നെ കുക്കറിലിട്ട് അടിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിപ്പ് നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് കടിക്കാനൊക്കെ കിട്ടും. വെന്തത് തന്നെ നമുക്ക് ചെറുതായിട്ട് കടിക്കാൻ കിട്ടും. അപ്പം ഇവിടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ല കളറാവുന്നതനുസരിച്ച് പായസത്തിൻ്റെ കളറിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ശർക്കരയും നല്ല കറുത്ത ശർക്കരയായിരിക്കണം കേട്ടോ. ഇതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം കുക്കറിനകത്തേക്ക് 3-ാം പാൽ ഒഴിച്ചിട്ടാണ് ഞാനിത് അടിച്ചെടുക്കാൻ പോകുന്നത്. പരിപ്പും പാലും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലടിക്കണം. ഞാൻ 1/2 കിലോ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ 10 ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഒന്നും കൂടി ചെറിയ കഷ്ണങ്ങളാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പാനി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കുക്കറിൽ നിന്ന് നമ്മൾ വേറൊരു പാത്രത്തിനകത്തേക്ക് ഇത് മാറ്റുക. അതിനകത്തേക്ക് ശർക്കര പാനി പരിപ്പ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കുറുകി വരണം. ആ കുറുകിയതിന് ശേഷം മാത്രമാണ് നമ്മൾ 3-ാം പാൽ ഒഴിക്കുന്നത്. ഇനി നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഏകദേശം വറ്റി വന്നതിന് ശേഷം 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വറ്റണം. നമുക്ക് നല്ല കുറുകിയതാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് വറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഒരു മിക്സിയിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 4-5 ഏലക്ക, നല്ല മണമുള്ള ഏലക്കയാണെങ്കിൽ 4-5 മതി. അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ഏലക്ക ഇട്ടിട്ട് 2ഉം കൂടെ മിക്സിയിൽ അടിക്കുക. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പം നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ പഞ്ചസാരപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഏലക്കയൊക്കെ ചേർത്ത പഞ്ചസാരപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തിടാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നെയ്യ് എടുക്കുന്നുണ്ട്. ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. തേങ്ങാക്കൊത്ത് ഇടുന്നവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടില്ല. അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതാ നമ്മുടെ ടേസ്റ്റി പരിപ്പ് പ്രഥമൻ റെഡിയായേ. ഞാൻ 1/2 കിലോ പരിപ്പിന് വേണ്ട സാധനങ്ങളാണ് പറഞ്ഞത്. 10 ശർക്കര, അതുപോലെ തന്നെ 2 തേങ്ങ ഫുള്ള് തേങ്ങാപ്പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നതിനനുസരിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും. തേങ്ങാപ്പാൽ കുറഞ്ഞ് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. അതിനനുസരിച്ച് നമ്മുടെ പരിപ്പ് പ്രഥമൻ്റെ ടേസ്റ്റും കുറയും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. താങ്ക്